2026 വർഷഫലം. തിരുവാതിര നക്ഷത്രം മിഥുന രാശിയിൽ പെടുന്നതാണ്. അപ്പോൾ ആ തിരുവാതിര നക്ഷത്രത്തെക്കാരെ സംബന്ധിച്ച് മിഥുനത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. ലഗ്നത്തിൽ തന്നെ വ്യാഴം, അതായത് ലഗ്നം എന്ന് പറഞ്ഞാൽ ചന്ദ്രരാശിയിൽ തന്നെ വ്യാഴം നിൽക്കുകയും ഈ ഒരു വർഷം ജൂൺ 9 തീയതിക്ക് ശേഷം നമുക്ക് വ്യാഴത്തിനൊരു മാറ്റമുണ്ട്. അത് 2ലേക്കാണ്. അപ്പോൾ ആ 2ലെ വ്യാഴം നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ, നമുക്ക് പുതിയ വീട് വയ്ക്കുക എന്നുവെച്ചാൽ 2ലല്ലേ നിൽക്കുന്നത്, ധനം, വാക്ക്, അതിനൊക്കെ ഏറ്റവും നല്ല ഫലം കൊടുക്കും 2ാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുമ്പോൾ. അത് നന്നായി ശ്രദ്ധിക്കുക. അതേപോലെ കർമ്മത്തിൽ ഇവിടെ തടസ്സങ്ങളുണ്ട്. 10ാം ഭാവത്തിൽ തന്നെയാണ് ശനീശ്വരൻ നിൽക്കുന്നത്. കണ്ടക ശനിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവാം. അതിലൊക്കെ ഒരു വട്ടം തടസ്സങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ കർമ്മം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെ തടസ്സങ്ങളെ ഉണ്ടാക്കും. ആ തടസ്സങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് ഈ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താം. ശനീശ്വരൻ്റെ അമ്പലത്തിൽ പോവാം, ശിവൻ്റെ അമ്പലത്തിൽ പോവാം, അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോവാം. പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, ധാര കൊടുക്കുക. ടെൻഷൻ ആണ് ഇവർക്ക് എപ്പോഴും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് ഒരു പ്രാവശ്യം പോകണോടത്ത് 2 പ്രാവശ്യമൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ. അപ്പോൾ അതൊക്കെ മാറ്റാനും പിന്നെ മനസ്സൊക്കെ റിലാക്സ് ചെയ്യുക. വാക്കുകളൊക്കെ വളരെ റിലാക്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റം വരുത്താനായിട്ട് ഈ ഒരു വർഷം നമുക്ക് പറ്റും. നമ്മുടെ വാക്കുകളുടെ ഭാവത്താണ് നമ്മുടെ വ്യാഴം വന്ന് നിൽക്കുക. ആ 2ാം ഭാവത്തിലേക്ക് വ്യാഴം ജൂൺ 9 തീയതിക്ക് ശേഷം മാറുമ്പോൾ നമ്മുടെ ആ വാക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയും ദേഷ്യമൊക്കെ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിനായാലും കുടുംബത്തേക്കായാലും സന്താനങ്ങൾക്കൊക്കെ നല്ലൊരു മാറ്റങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് തിരുവാതിര നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കാം. ദേവീ ക്ഷേത്രത്തിൽ പോവാം. പിന്നെ തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറായത് കൊണ്ട് ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോവാം. ഗണപതിക്ക് ഇടയ്ക്ക് പ്രധാനമായ ഒരു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു മുട്ടിറക്കി പ്രാർത്ഥിച്ച് പോവാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇത്തിരി വ്യാഴനെ പ്രീതിപ്പെടുത്തുന്ന സ്വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ പോലുള്ള സ്വസ്ത്രങ്ങളൊക്കെ നിത്യം ജപിക്കുക. ഒരാവശ്യം വരുമ്പോൾ മാത്രം ജപിച്ച് അങ്ങോട്ട് ഓടിപ്പോവല്ല. നമുക്ക് നിത്യമായിട്ട് ഒരു ഉപാസന പോലെ, നമ്മൾ ഇന്ന സമയത്ത് എണീക്കുന്നു, ഇന്ന സമയത്ത് ഇത് ഞാൻ ചെയ്യും എന്ന് പറയുന്ന പോലെ ആ ഒരു ഉപാസന പോലെ നമ്മൾ ചെയ്താൽ നല്ല മാറ്റം വരും. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം മാത്രം ജപിച്ചാലൊന്നും പറ്റില്ല. നമ്മൾ കുറച്ച് നാളുകൾ അതിൽ ശ്രദ്ധാപൂർവം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം തിരുവാതിര നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ്.